ഹലോ ഡിയർ നീറ്റ് ആസ്പിരൻസ്. നീറ്റ് 2026 റിസൾട്ട് വന്നു. എല്ലാവരും അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വർഷത്തെ റിസൾട്ടും ലാസ്റ്റ് ഇയറിലെ റിസൾട്ടും തമ്മിലുള്ള ചെറിയ ചില കമ്പാരിസൺ ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് പേര് ഷെയർഡാണ്. ഫസ്റ്റ് പൊസിഷൻ ആ മാർക്ക് ഷെയർഡാണ്. പേര് അവർക്ക് കിട്ടിയുള്ള മാർക്ക് നിങ്ങൾക്കറിയാം. 720 അവർക്ക് കിട്ടിയത് 715 മാർക്സ് ആണ്. ആര്യൻ ഗുപ്ത ഫ്രം പഞ്ചാബ് ആൻഡ് പൻഷുൽ ബൻസാൽ ഫ്രം ഹരിയാന. അപ്പോൾ 715 മാർക്ക് 720 സ്കോർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള പേര്. എന്നാൽ ലാസ്റ്റ് ഇയറിലെ ടോപ്പറുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് വെറും 686 മാർക്കാണ്. 686 മാർക്കാണ് 720 കഴിഞ്ഞ വർഷം 2025 സ്കോർ ചെയ്തിട്ടുള്ളത്. 2025 നീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതുവരെ നടന്ന നീറ്റുകളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള നീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും അത് 2025 നീറ്റാണ്. 2025 നീറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാൻസ് തീർച്ചയായിട്ടും അത് 2026 തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ റീനീറ്റിന് മുമ്പ് നടന്ന 2026 നമ്മുടെ നോർമൽ നീറ്റ് എക്സാം, ക്യാൻസൽഡ് നീറ്റ് എക്സാം ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 2026 വന്നപ്പോൾ എക്സാം ടഫാണ്. ബട്ട് ഒരിക്കലും അത് 2025 നീറ്റിനോട് കമ്പയറബിൾ ആയിരുന്നില്ല എന്നുള്ള ഫാക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. 700 എബോവ് എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരുണ്ട് 2026 എന്ന് ചോദിച്ചാൽ 19 സ്റ്റുഡൻസ് സ്കോർഡ് എബോവ് 700 മാർക്സ്. അത് 25 0 ആണ്. ഇനി 690 മുകളിൽ 2026 ഈ കഴിഞ്ഞ നീറ്റിൽ 138 പേരുണ്ട്. അതും നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം 2026 അതിൻ്റെ നമ്പർ 0 ആണ്. 690 മുകളിൽ ഒരു കുട്ടിയും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. ഈ വർഷം അത് 138 കുട്ടികൾ 690 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി 650 മുകളിലേക്ക് വരുമ്പോഴോ, കഴിഞ്ഞ വർഷത്തെ 686 686 മാർക്സ് ആയിരുന്നു ഫസ്റ്റ് റാങ്കിന് എന്ന് നമ്മൾ പറഞ്ഞു. മഹേഷ് കുമാർ ഫ്രം രാജസ്ഥാൻ ലാസ്റ്റ് ഇയറിൽ ആ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. 650 മുകളിൽ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത് 73 സ്റ്റുഡൻസ് ആയിരുന്നു. 73 സ്റ്റുഡൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അത് 1492, നിയർ അബൌട്ട് 1500 പേരോളം കുട്ടികളാണ് 650 മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. ഞാനിത് പറയുന്നതിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, എത്രയായിരിക്കും നമ്മുടെ കട്ട് ഓഫ് എന്ന് ഇതുവരെ നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആര് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് ഈ ഒരു ധാരണയൊക്കെ മുൻനിർത്തി വേണം അവരത് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ. അപ്പോൾ അത്തരം സ്പെക്കുലേഷന് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു എറേഴ്സും നമുക്ക് അതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാവരും ഇത്തരം ഡാറ്റയൊക്കെ മനസ്സിലാക്കി ഇത് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇനി അടുത്തൊരു നീറ്റിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഫൈനലി നോക്കൂ, 600 മുകളിൽ 1260 കുട്ടികളാണ് 2025 ഉണ്ടായിരുന്നതെങ്കിൽ അത് ഈ വർഷം 2026 അത് 10,160 സ്റ്റുഡൻസ് ആണ്. 1260 കുട്ടികളാണ് കഴിഞ്ഞ വർഷം 650 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തതെങ്കിൽ ഈ വർഷത്തേക്ക് വരുമ്പോൾ അത് 10,160 സ്റ്റുഡൻസ്, അറൗണ്ട് 10,000 സ്റ്റുഡൻസ് ആണ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റുക. ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. 500 മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് 69,500 സ്റ്റുഡൻസ് ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത്. അറൗണ്ട് 70,000. അത് ഈ വർഷത്തേക്ക് വരുമ്പോൾ അത് 90,780 സ്റ്റുഡൻസ് ആണ്. 90,780 എന്ന് വെച്ചാൽ 91,000ഓളം കുട്ടികളാണ് 500 മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. എസ്പെഷ്യലി ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി എത്ര പേരാണ് കഴിഞ്ഞ തവണയും ഈ തവണയായിട്ട് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഇയറിൽ നീറ്റിന് അപ്പിയർ ചെയ്തത്, രജിസ്റ്റർ ചെയ്തതല്ല കേട്ടോ, രജിസ്റ്റർ ചെയ്ത എല്ലാവരും എക്സാമിന് അപ്പിയർ ചെയ്യാറില്ല. അപ്പിയർ ചെയ്തിട്ടുള്ളത് 22,09,318 സ്റ്റുഡൻസ് ആണ് ലാസ്റ്റ് ഇയറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആ സ്ഥാനത്ത് ഈ വർഷം അപ്പിയർ ചെയ്തത് 19,99,895 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയൊരു കുറവ് വന്നോ ഈ വർഷം എന്ന്?
അത് മറ്റൊന്നുമല്ല, അത് റീനീറ്റ് വന്ന സമയത്ത് എറൗണ്ട് 2 ലാക്ക് സ്റ്റുഡൻസ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. ആ കുട്ടികളൊക്കെ ഏതായാലും എനിക്ക് ഈ വർഷം അതിന് പ്രതീക്ഷയില്ല എന്ന് കരുതിയിട്ട് മിക്ക കുട്ടികളും ഓരോ സ്ഥലത്ത് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ പോയ ആളുകൾ പലരും രണ്ടാമത് റീനീറ്റിന് അപ്പിയർ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഇത്തരം സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. എന്നിരുന്നാലും അവിടെ ഒരു 2 ലാക്കിൻ്റെ ഒരു കുറവുണ്ട്. അത് റീനീറ്റ് വന്നതിലുള്ള കുറവാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണ്. ഇനി ഈ അപ്പിയർ ചെയ്ത കുട്ടികളിൽ എത്ര പേര് ക്വാളിഫൈഡ് ആയി? ഞാൻ പറഞ്ഞു 2025 22,9,318 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തതിൽ അതിൽ നിങ്ങൾക്ക് നോക്കൂ 12,36,531 സ്റ്റുഡൻസ് ആണ് അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ഈ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയാട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും പേര് MBBSന് എലിജിബിളായി അല്ലെങ്കിൽ BDSന് എലിജിബിളായി എന്നല്ല കേട്ടോ അതിൻ്റെ മീനിങ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനത് പറയാം. അതുപോലെ തന്നെ 2026 നേരത്തെ പറഞ്ഞ പോലെ അറൗണ്ട് 20 ലാക്ക് സ്റ്റുഡൻസ്, അതായത് 19,99,000 ആൻഡ് സംതിങ് ഞാൻ പറഞ്ഞല്ലോ. അറൗണ്ട് 20 ലാക്ക് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തതിൽ 11,21,185 സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ക്വാളിഫൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ മിനിമം മാർക്കാണ് ഉദ്ദേശിച്ചത്. ക്വാളിഫൈ ചെയ്യാൻ ഇത്ര മാർക്കൊന്നും ആവശ്യമില്ല. ക്വാളിഫൈ ചെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും ആ കുട്ടി ഏതെങ്കിലും ഒരു കോഴ്സിന് എലിജിബിളാണ് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. പകരം അവർ കൗൺസിലിംഗ് പ്രോസസ്സിലൊക്കെ അവർക്ക് ഇൻവോൾവ് ചെയ്യാം എന്നേ അതിന് അർത്ഥമുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2026 അൺറിസർവ്ഡ് EWS കാറ്റഗറിക്കുള്ള ക്വാളിഫൈങ് മാർക്ക് എന്ന് പറഞ്ഞത് വെറും 213 മാർക്കേ ഉള്ളൂ. 720-ൽ 213 മാർക്ക് കിട്ടിയ ഒരു കുട്ടി ജനറൽ കാറ്റഗറിയിൽ അൺറിസർവ്ഡ് EWS കാറ്റഗറിയിൽ ആ കുട്ടി നീറ്റ് ക്വാളിഫൈഡ് ആണ്. അതിനർത്ഥം ആ കുട്ടിക്ക് കാര്യപ്പെട്ട ഏതൊരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയുമല്ല അത്. നേരെ മറിച്ച് ഒരു കുട്ടിക്ക് ഈവൻ അബ്രോഡിൽ MBBSന് പോകാൻ വരെ താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വേണം? നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അബ്രോഡ് MBBS കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും നീറ്റ് ക്വാളിഫൈ ആവൽ നിർബന്ധമാണ്. അത് OBC കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് അത് വെറും 177 മാർക്കുള്ളൂ. അപ്പോൾ OBC കാറ്റഗറിയിലുള്ള ഒരു കുട്ടി നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല 2026 എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ സ്കോർ <177 ആണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. അതും കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല ഉയർന്ന മാർക്കാണ്. സ്വാഭാവികമായിട്ടും എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് കുറയുന്ന സമയത്ത് ഇത്തരം കട്ട് ഓഫ് മാർക്കുകളൊക്കെ ഉയരും എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഫൈനലി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. കേരളത്തിൽ ഈ വർഷം ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ എണ്ണം കേട്ടോ, കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ക്വാളിഫൈഡ് സ്റ്റുഡൻസ് 51,782 സ്റ്റുഡൻസ് ആണ്. 51,782 കുട്ടികളാണ് ക്വാളിഫൈ ചെയ്ത് 2026. എന്നാൽ 2025 വരുന്ന സമയത്ത് അത് 73,328 സ്റ്റുഡൻസ് ആണ്. 73,328 കുട്ടികളാണ് കേരളത്തിൽ 2025 ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തിൽ അവിടെയും കാര്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ വർഷത്തെ നീറ്റിന് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ ഒന്നുകൂടെ വളരെ സ്റ്റുഡിയസ് ആയിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നാൽ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഉചിതമായൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.